പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ബുക്കിംഗുകൾ റദ്ദാക്കിയ വിനോദസഞ്ചാരികൾക്ക് പണം തിരിച്ചു നൽകാൻ ജമ്മു കാശ്മീർ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ക്യാൻസലേഷൻ ഫീസ് എടുക്കാതെ തന്നെ അവരുടെ പണം തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൽറാം നരങ്ങാടി ചേർന്നു. ബൽറാം, അതെന്തായാലും ഒരു നല്ല തീരുമാനമാണ്. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എസ് കെ എൻ, തീർച്ചയായും മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തീരുമാനമാണ് ജമ്മു കശ്മീർ സർക്കാർ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിനോദസഞ്ചാരികളിൽ വലിയ ആശങ്ക പടരുകയും അവർ പലരും ഭൂരിഭാഗം പേരും ബുക്കിങ്ങുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. വിനോദസഞ്ചാര മേഖലയിൽ അത് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നു. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ആശങ്കയെ തുടർന്ന് ബുക്കിങ്ങുകൾ ക്യാൻസൽ ചെയ്യുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും പണം ഈടാക്കരുത്, ക്യാൻസലേഷൻ ഫീസിന്റെ പേരിൽ പോലും എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ നിർദ്ദേശം വിവിധ ട്രാവൽ ഏജന്റുമാർ, കൂടാതെ ഹൗസ് ബോട്ട് ബുക്കിംഗ്, കൂടാതെ ഹോട്ടൽ ഉടമകൾ അടക്കമുള്ള എല്ലാ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പകുതിയിലേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. 87-ൽ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. അതിൽ ദൂത് പത്രി എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഒഴികെ മറ്റെല്ലാം തന്നെ പ്രാദേശികമായ വളരെ ചെറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. എങ്കിൽ പോലും സംസ്ഥാനത്തെ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിലും ഈ യാത്രക്കാരിൽ നിന്ന് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളിൽ നിന്നും അവരുടെ ക്യാൻസലേഷൻ ഫീ അടക്കമുള്ളവ തിരികെ നൽകാതിരുന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പ്രതിച്ഛായയ്ക്ക് കൂടി മങ്ങലേൽക്കും എന്ന് കണ്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.